വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പിയും ആയ ഒരു നല്ലൊരു ഉണ്ണിയപ്പമാണ്. ഇത് നമ്മൾ അരി അരക്കുകയോ കുതിർക്കുകയോ ഒന്നും തന്നെ വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ അരിപ്പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സോഫ്റ്റായ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അരി അരച്ച് ഒരുപാട് ടൈമൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. അരിപ്പൊടി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടുള്ള ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 200 ഗ്രാമോളം ശർക്കര നല്ലോണം ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പോളം റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൊടികളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ആ ഒരു ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു എല്ലാ പൊടികളും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ശർക്കരപ്പാനി തിളച്ച പൊടിയോടുകൂടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ശർക്കര എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ ഒരു ടൈമിൽ ഇപ്പം തന്നെ ചൂടൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ കട്ടകളെല്ലാം നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഒരു പൊടിയിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഒരു എന്താ പറയുക, അഴുക്കുകളുടെ ഒന്നും ഇല്ല. ഇത് നല്ല ഫ്രഷായ ശർക്കരയാണ്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അരിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒറ്റയടിക്ക് ഒഴിക്കുന്നില്ല. കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടി ഒറ്റയടിക്ക് ഒഴിച്ചാൽ നമുക്ക് അതിൻ്റെ അളവൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് നല്ല കട്ടകളില്ലാണ്ട് നന്നായിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാം. ഒരു 2-3 പ്രാവശ്യമായിട്ടാണ് ഞാനിത് കുതിർത്തെടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ചാണ് ഇത് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പം നമുക്ക് ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പഴവും കൂടി അടിച്ചിടണം. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് ആ ഒരു കട്ടകളൊക്കെ എല്ലാം നന്നായിട്ട് ഉടച്ച് നന്നായിട്ടൊന്ന് എന്താ പറയുക, നന്നായിട്ടൊന്ന് തന്നെ കുഴച്ചെടുക്കുക. ഒരു 10 മിനിറ്റോളം ടൈം എടുക്കും ഇങ്ങനെ കുഴച്ചെടുക്കുമ്പം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഏകദേശം ഒരു 10 മിനിറ്റോളം ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ കുഴച്ച് കിട്ടും. ഇനി ഇത് കണ്ടോ, ഇതിലേക്ക് നമുക്ക് പഴവും കൂടി അടിച്ച് ചേർക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ പഴവും കൂടി ഒരു 2 പഴം, ചെറുപഴമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 2 പഴം ഇതിലേക്ക് നമുക്ക് ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ 2 പഴം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക ഞാൻ സെപ്പറേറ്റ് പൊടിക്കുന്നില്ല, ഈ ഒരു ഇതിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് നമുക്ക് പഴവും കൂടി അടിച്ച് ചേർത്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളില്ലാണ്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം പഴവും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക സ്മെല്ലും ഒക്കെ തന്നെയായിരിക്കും. അപ്പോൾ പഴവും ചേർക്കാൻ ഒട്ടും മറക്കരുത്. അധികം പഴത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ 1-2 പഴം നമ്മൾ എടുക്കുന്നതിൻ്റെ അളവിൻ്റെ അനുസരിച്ച് 1-2 പഴം മതി. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യിൽ തേങ്ങയും കൂടി വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് തേങ്ങയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തേങ്ങ ഒരുപാട് വലുതാക്കി കട്ട് ചെയ്ത് ചെറുതാക്കി വേണം കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നവരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ എള്ള് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വറുത്ത കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്തതായതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതുകൂടി ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉണ്ണിയപ്പം മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നെയ്യും എല്ലാം കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് എന്താ പറയുക, ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇനി 1 മണിക്കൂറോളം ഒന്ന് വെയിറ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യേണ്ട. അല്ലെങ്കിൽ ഏകദേശം ഒരു നുള്ളോളം ബേക്കിംഗ് സോഡ എപ്പോഴാണോ ഉണ്ടാക്കുന്നത് ആ ഒരു ടൈമിൽ ആഡ് ചെയ്താൽ മാത്രം മതി.
അപ്പോൾ ഞാനിത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് വളരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആകുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊക്കെ ഒന്നും ഇല്ലാണ്ട് എല്ലാ ഭാഗത്തും ആ ബേക്കിംഗ് സോഡ സ്പ്രെഡ് ആകുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഈ ഒരു ടൈമിൽ ഞാൻ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഉണ്ണിയപ്പം ഓരോ കയ്യിൽ വീതം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതെ എല്ലാം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തും ഇപ്പം നന്നായിട്ട് തന്നെ ആയിട്ടുണ്ടാവും. അപ്പം എണ്ണ ഒന്ന് ചൂടായപ്പം അതിലേക്ക് നമുക്ക് എന്താ പറയുക, ഈ ഒരു കയ്യിൽ ഉണ്ണിയപ്പം ആ മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഒഴിച്ചപ്പോൾ ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, ആദ്യം വളരെ കുറച്ച് മാത്രം ഒഴിക്കുക. കാരണം ഉണ്ണിയപ്പം ഒന്നും കൂടി പൊങ്ങി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോ എന്താ പറയുക ഇതിലും ഞാൻ വളരെ കുറച്ച് ആ ഒരു ഫുൾ നിറച്ച് ഒഴിക്കാതെ എന്താ പറയുക കുറച്ചൊന്ന് താഴ്ന്ന രീതിയിൽ ഒഴിക്കുക. അപ്പം തിരിച്ചും മറിച്ച് വിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് തന്നെ പൊങ്ങി വന്ന് നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. എന്താ പറയുക, ഈ ഒരു രീതിയിൽ നമുക്ക് ഏകദേശം ഒരു 50ഓളം ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അത് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് എല്ലാം തന്നെ എടുക്കുന്നുണ്ട്. എണ്ണ ഒന്നും ഒരുപാടൊന്നും കുടിച്ചിട്ടൊന്നുമില്ല, കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പം അതുപോലെ തന്നെ രണ്ടാമത്തെ സെക്ഷനും ഇതുപോലെ തന്നെ മീഡിയം സൈസിലെ മീഡിയം തീയിലാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എണ്ണ ഓൾറെഡി ചൂടായി കിടക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമുക്കിതുപോലെ തന്നെ അടുത്ത സെക്ഷൻ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിക്കുമ്പം നിറച്ചൊഴിക്കാതെ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾക്ക് ആ ഒരു എണ്ണയിൽ തന്നെ ഒരുപാട് എണ്ണ ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല. ആ ഒരു എണ്ണയിൽ തന്നെ ഞാൻ ഈ ഒരു എല്ലാ ഉണ്ണിയപ്പവും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം തിരിച്ചും മറിച്ചു വിട്ട് ഇത് നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ മാവും ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പം അടുത്ത സെക്ഷനിലോട്ട് ഇതുപോലെ തന്നെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് തിരിച്ചും മറിച്ചു വിട്ട് എല്ലാ ഉണ്ണിയപ്പവും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റായ ഒരു ഉണ്ണിയപ്പം തന്നെയാണ്, കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എനിക്ക് ഏകദേശം ഒരു 50ഓളം ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, നല്ല ടേസ്റ്റും നമ്മൾ പഴമൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഉള്ളിൽ എന്താ പറയുക നല്ല സോഫ്റ്റും പുറമേ നല്ല ഒരു ക്രിസ്പിയുമാണ്. അപ്പോൾ കുറച്ചൊക്കെ കഴിയുമ്പം ഉണ്ണിയപ്പം ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. വളരെ പെട്ടെന്ന് തന്നെ അരി അരക്കാതെ കുതിർക്കാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പം അരിപ്പൊടിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റാണ്. അപ്പം ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏകദേശം ഒരു അരമണിക്കൂർ മാത്രം മതി എല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.